നമ്മുടെ ജീവിതം എളുപ്പമാക്കൽ നമ്മുടെ ഒരു വലിയ ടാസ്ക് അല്ലേ? അതിന് രണ്ട് വഴികളാണ് ഉള്ളത്. ഒന്ന്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് വഴങ്ങാൻ ശ്രമിക്കുക. മറ്റൊന്ന്, ജീവിത സാഹചര്യങ്ങളെ നമുക്കനുസരിച്ച് വഴക്കിയെടുക്കാൻ ശ്രമിക്കുക. ഈ രണ്ട് പണികൾ മനുഷ്യന് ചെയ്യാനുണ്ട്, ഏത് ജീവിക്കും ചെയ്യാനുണ്ട്. ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്മുടെ ആ ജീവിതാനുഭവം, ആ വാക്ക് വളരെ ശ്രദ്ധിക്കുക, ജീവിതാനുഭവം, നല്ലൊരു ഉത്കൃഷ്ടമായ അനുഭവം, ജീവിച്ചിരിക്കുന്നു എന്ന അനുഭവം ഉണ്ടാകലാണ് ജീവിതം. ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതല്ല ജീവിതം. അത് രണ്ടല്ലേ? ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതും ജീവിക്കുന്നു എന്നുള്ളതും തമ്മിൽ വ്യത്യാസമല്ലേ? ഇപ്പൊ ഒരു വെന്റിലേറ്ററിൽ ബ്രീത്ത് ചെയ്തുകൊണ്ട് ഒരാൾ കിടക്കുന്നുണ്ടെന്ന് വിചാരിച്ചോ, എന്നാ മരിക്കാന്നറിയാതെ അയാളും ജീവനോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് ജീവിതമുണ്ടോ? ഇപ്പൊ ജീവനും ജീവിതവും തമ്മിൽ വ്യത്യാസമല്ലേ? അപ്പോൾ ജസ്റ്റ് ഒരു ജീവൻ നിലനിർത്തി കൊണ്ടുപോകൽ മാത്രമായിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ഇവിടെ ഡിസ്കഷൻ ചെയ്യേണ്ടി വരില്ല. ജീവിതം എന്ന അനുഭവത്തെ കുറച്ചുകൂടെ നല്ല ലെവലിലേക്ക് ഉയർത്തിയെടുക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഗോളിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അപ്പോൾ എന്തിനാണ് നമുക്കൊരു ഗോൾ? നമുക്ക് ജീവിതത്തിനൊരു ഗോൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് കൃത്യമായ ഒരു ട്രാക്കിൽ ഓടുകയുള്ളൂ. ഒരു ഗോളും ഇല്ലാത്ത ഒരു വ്യക്തിയുടെ മനസ്സിന് അത് എങ്ങോട്ട് ചിന്തിച്ചു പോകണം എന്നുള്ളതിനെ കുറിച്ചിട്ടൊരു ട്രാക്ക് കിട്ടില്ല. മൈൻഡ് ഡീറെയിൽഡ് ആയിരിക്കും എപ്പോഴും.